ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറാസ് വ്ലോഗ്സ്. നമ്മളിന്ന് പോകുന്ന കൊല്ലത്തേക്കാണ്. നമ്മൾ സ്ഥിരം പോകുന്ന ഈ ഒരു റൂട്ടിലല്ല, പള്ളിക്കൽ നിന്ന് പകൽക്കുറി ഓയൂർ റൂട്ടിലാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ പള്ളിക്കൽ നിന്ന് തിരിയുന്ന വഴി ഈ ഒരു സ്ഥലം കണ്ടു. അത്യാവശ്യം അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണിത്. ഇത് കണ്ടപ്പോഴേ ഞങ്ങളിവിടെ കാറ് നിർത്തിയിട്ട് അവിടെ ഇറങ്ങി കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മളിന്ന് പോകുന്നത് ഒരുപാട് വീഡിയോയിൽ കൂടെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഞാൻ പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ്. അതായത് അഷ്ടമുടി കായലിന് നടുക്കുള്ള സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു 3 നാൾ താഴ്ചയിലുള്ള വെള്ളമുള്ള സ്ഥലഭാഗത്തു കൂടി ബോട്ടിൽ പോയിട്ട് കായലിൻ്റെ ഒത്ത നടുവിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങി കായലിൽ നിൽക്കാൻ പറ്റും. അവിടെ എത്തുമ്പോൾ നമ്മുടെ മുട്ടൊപ്പം വെള്ളം മാത്രമേ കാണുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീഡിയോയിൽ കൂടെ കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് അവിടെ പോകണമെന്ന്. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു തിങ്കളാഴ്ച ദിവസമാണ് നമ്മളിവിടെ വന്നത്. എങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ 100 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് അവിടെ ഇത് കായലിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്ഥലത്താണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. അവിടെ 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കാർ പാർക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് നടന്നിറങ്ങാം. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നതെന്നുള്ള കാര്യം സേറയ്ക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം എന്നുകൂടി പറഞ്ഞത് കേട്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ നേരെ ഇനി പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പോകണം. ഒരു ഉച്ച സമയത്താണ് ഇവിടെ വന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. ഈ ഇറങ്ങി വരുന്ന ഭാഗത്ത് ഇതുപോലെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ കായലിനോട് ചേർന്നുള്ള ഈ ഒരു ഭാഗത്തും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ്. ഈ ഒരു കായലിൻ്റെ തീരത്തായിട്ട് തന്നെ ഒരു ചർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. 150 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് നമ്മളിനി നേരെ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് ഈ ഒരു അഷ്ടമുടി കായൽ. അതിൻ്റെ നടുവിലെത്തിയിട്ട് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുകയാണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ലൈഫ് ജാക്കറ്റൊക്കെ നമ്മളോട് ഇടാൻ പറയും. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളെല്ലാവരും ബോട്ടിലിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് ദൂരം കാണും അങ്ങോട്ടേക്ക്, അത്രയേ ഉള്ളൂ. ഈ കാണുന്നത് കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ കീഴിലുള്ള ഒരു ബോട്ട് സർവീസാണ്. സി അഷ്ടമുടി എന്നാണ് ഇതിൻ്റെ പേര്. നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. താഴത്തെ ഡെക്കിലിരിക്കുന്നതിന് 400 രൂപയും മുകളിലാണെങ്കിൽ 500 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ കൊച്ചു ബോട്ടും സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഐലൻഡിലെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. ഇവിടെ ദൂരം നോക്കുമ്പോൾ തന്നെ കണ്ടൽക്കാടുകളുടെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് നല്ലതായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു യാത്ര തന്നെയായിരിക്കും ഇത്. എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറേ ആളുകൾ വെള്ളത്തിൽ നിൽക്കുന്നു, കുറേ ആളുകൾ മുകളിൽ നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇവിടെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ. നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്കാണ് ആളുകൾ ആദ്യം ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങിയതിന് ശേഷം ചില ആളുകൾ അവിടെ തന്നെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് വീണ്ടും കായലിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ അവിടെ ഇറങ്ങിയിട്ട് അതിനുശേഷം കായലിലേക്ക് ഇറങ്ങാം. ഇറങ്ങി നമുക്ക് കുറേ മുമ്പോട്ട് നടക്കണം. ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നടക്കാൻ പറ്റുന്ന അത്രയും ഭാഗം കുറേ ദൂരം നടക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. സേറയാണെങ്കിൽ ഇറങ്ങുമ്പോൾ ആദ്യം സേറയ്ക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പേടിയാണ്, ഒരുപാട് ആഴമാണോ അല്ലയോ എന്നൊക്കെ. അങ്ങനെ കുറേ നേരം അവൻ്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നതിന് ശേഷമാണ് പിന്നെ സേറ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. പിന്നെ നിലത്ത് കാല് കുത്തി നിന്നതിന് ശേഷം പിന്നെ അവിടെ എങ്ങും നിന്നിട്ടില്ല കേട്ടോ. നമ്മുടെ കൈയൊക്കെ വിട്ടിട്ട് അങ്ങ് ഓടി നടക്കുമായിരുന്നു. വെള്ളത്തിലായിരുന്നു മൊത്തം കളികളും. അപ്പോൾ ഇനി നമുക്ക് നേരെ മുമ്പോട്ട് നടന്നിട്ട് അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ എത്തി നേരിട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അത്ര അടിപൊളി വ്യൂവും കാര്യങ്ങളുമാണ് ഇവിടെ.
കണ്ടൽ കാടുകളും പിന്നെ ആ കാണുന്ന മരങ്ങളിലൊക്കെ എല്ലാവരും കയറി നിന്നൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കായലിൻ്റെ നടുക്കൊക്കെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു, അതൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഒരു വൈബ് തന്നെയാണ്. എനിക്ക് ഉപ്പിലിട്ട സാധനങ്ങളൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഇവിടെ നിന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക വൈബ് ആയതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വാങ്ങി. പിന്നെ ഇവരും എന്തെങ്കിലും കച്ചവടമൊക്കെ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് അവർക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളും വാങ്ങി. ഇവിടെ വരുന്ന എല്ലാവരും ഇങ്ങനെ വാങ്ങാറുണ്ട്. സ്കൂൾ ഓപ്പൺ ആയിട്ടുള്ള ആദ്യത്തെ ദിവസമാണിത്. ആ ഒരു ദിവസം പോലും ഇത്രയും നല്ല തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവധി ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഇവിടെ. 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്നാൽ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഈ ഒരു ഐലൻഡിൽ നമുക്ക് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ ഐ ലവ് സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ബോർഡൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളും ഉണ്ടല്ലോ, എത്രയോ ദൂരം നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സേറ നല്ല ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് സമയം നിൽക്കാൻ നേരമില്ല, എനിക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, അല്ലെങ്കിൽ കുറേ സമയം കൂടെ നിൽക്കാൻ പറ്റും. നല്ല വെയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐലൻഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെയിലിൻ്റെ കാഠിന്യമൊന്നും അത്രയ്ക്ക് അറിയാൻ പറ്റുന്നില്ല. ആ കാണുന്ന കൊടികൾ കണ്ട് ആ ഒരു ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആഴം കൂടിയ സ്ഥലമാണ്, അങ്ങോട്ടേക്ക് നമുക്ക് കടക്കാൻ അനുവാദമില്ല. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എന്തായാലും ഇങ്ങോട്ടേക്കുള്ളൊരു യാത്ര. സേറയാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തു, എത്ര വിളിച്ചിട്ട് അവൾ വരുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് കിട്ടിയ ഒരു ബോട്ടിൽ നമ്മൾ കയറിയിട്ട് വേഗം തന്നെ നമ്മളിതിന് തിരിക്കുകയാണ് ഇവിടെ നിന്ന്. എന്തായാലും സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡിലേക്ക് വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരത്തില്ല, അത്രയ്ക്കും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. അപ്പോൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളിവിടെ വരണം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണം. നമ്മുടെ ഒരു ചെറിയ ചാനലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് തന്നെ ഇതൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം തന്നെ സേറയാണ് കേട്ടോ. അപ്പോൾ സേറയ്ക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ തുടങ്ങിയൊരു കുഞ്ഞു യൂട്യൂബ് ചാനലിൽ നിന്നും അമ്മ അത് നല്ലപോലെ തന്നെ കൊണ്ടുപോയി, ഞാനും നല്ലപോലെ തന്നെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു. നിങ്ങളെല്ലാവരും ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ കൂട്ടുകാരെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.